ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശിനും അതുപോലെ തന്നെ വിക്രവും രാഹുലും കൂടി വലിയൊരു പ്ലാൻ ഒരുക്കാണ്. മുരുകനെ വെച്ചിട്ട് നമ്മുടെ ചന്ദ്രസേനയും രൂപേനെയും ചതിച്ചില്ലാതാക്കാനായിട്ട്. പക്ഷെ അവരും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കിരണിനെയും സോണിനെയും വെള്ള പൊതിപ്പിച്ച് കിടത്തണം. അത് കണ്ട് 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 ആ ഒരു കാഴ്ച മനസ്സിൽ വിചാരിച്ച് നീറി 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 ഇനിയുള്ള കാലം അവര് ജീവിക്കണം. അതാണ് നമ്മുടെ പ്രകാശിന്റെയും അതുപോലെ തന്നെ രാഹുലിന്റെയും ഒക്കെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടി ഒരു ഗുണ്ടേനെ വരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാളെയാണ് ആ ദിവസം. ഗുണ്ട തീരുമാനിക്കുകയാണ് നാളെ തന്നെ കിരണിനെ ഇല്ലാതാക്കണോന്നുള്ളത്. പക്ഷെ രാഹുലിന് അറിയില്ല ഏത് ഗുണ്ടയാണെങ്കിലും ചന്ദ്രസേനന്റെ ആളായിരിക്കും എന്ന്. ചന്ദ്രസേനന്റെ ഗുണ്ടകളൊക്കെ ആയിട്ട് ഭയങ്കര പരിചയമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ മെയിൻ ഗുണ്ടയുണ്ടല്ലോ അവരുടെ ഒരു മെയിൻ ആളാണ് ഈ ചന്ദ്രസേന. അപ്പൊ ചന്ദ്രസേനെതിരെ എന്ത് നടന്നാലും ചന്ദ്രസേന അറിയും കേട്ടോ. അങ്ങനെ ഈ മുരുക എന്ന് പറഞ്ഞ ഈ ഒരു ഗുണ്ടയുടെ കാര്യങ്ങളൊക്കെ ചന്ദ്രസേന അറിയുന്നുണ്ട്. പക്ഷെ കല്യാണി ഇടക്കിടക്ക് പേടിക്കുന്നുണ്ട്, എന്തോ വലിയ സംഭവം ആർക്കോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ, ഈ കിരണിന് എന്തോ അപകടം പറ്റുന്നുണ്ടോന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിൽ കിരണിന് അപകടം പറ്റുമോ എന്നുള്ളത് ഒരുപാട് അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ പറഞ്ഞത് കിരൺ അപകടം പറ്റുമായിരിക്കും എന്ന് ഇടക്കിടക്ക് പറയണത്. പക്ഷെ ചന്ദ്രസേനന്റെ ആളാണ് ഈ ഗുണ്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കിരണിന് ഒരു അപകടവും പറ്റില്ല. കിരണും കല്യാണിയും സേഫ് ആയിരിക്കും. ഇപ്പൊ രാഹുൽ വെച്ചൊരു കെണി ഉണ്ടല്ലോ, കിരണിനെ വെച്ച രാഹുലിന് തന്നെ തിരിച്ചു കൊത്താനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലത്തെ ഒരു വലിയൊരു ഗുണ്ടനെ ഇറക്കിയതാണല്ലോ രാഹുല്. എന്നിട്ട് രാഹുലിനെ തന്നെ മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ട് രാഹുൽ തന്നെ അടിച്ചു നിരപ്പാക്കിയിട്ടാണ് ചന്ദ്രസേനും രൂപയുടെ നടന്നത്. അത് മാത്രമല്ല, എത്രയോ ഗുണ്ടകളെ വെച്ചിട്ടുണ്ട്. അവരെല്ലാരും തന്നെ ചന്ദ്രസേനന്റെ ആളായത് കൊണ്ട് തന്നെ തിരിച്ച് പണികളെല്ലാം കിട്ടുന്നത് രാഹുലിന് തന്നെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം തല്ല് ഷെയർ ചെയ്യാൻ ആളുണ്ട്. രാഹുൽ മാത്രമല്ല, പ്രകാശിനും വിക്രത്തിനൊക്കെ നല്ല രീതിയിൽ അടി ഒടി ചതവൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വന്ദനയുടെയും മനോഹറിന്റെ വിവാഹമാണ് അടുത്ത ആഴ്ച ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോകുന്നത് മനോഹറിന്റെയും വന്ദനയുടെയും വിവാഹം ഉണ്ടോ. ആ ദിവസം തന്നെയാണ് വരുണിന്റെയും അതുപോലെ നിധിയുടെയും വിവാഹം. ആ പന്തലി വെച്ചിട്ട് തന്നെ മനോഹറിനെ തട്ടിത്തെറിപ്പിച്ച് നമ്മുടെ വരുണായിട്ടുള്ള വന്ദനയായിട്ടുള്ള വരുണ് നിധിയുടെ കഴുത്ത് താല് കിട്ടാൻ പോണ്ട സീനും ഈ ആഴ്ചത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.